എം.ആർ. അജിത് കുമാർ എന്ന IPS ഉദ്യോഗസ്ഥനെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കണക്കറ്റ് വിമർശിച്ചവരാണ് നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. RSS നേതാവ് ദത്താത്രേയ ഹൊസബലയെ അജിത് കുമാർ കണ്ടത് BJP-CPM ഡീലിന്റെ ഭാഗമാണെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ വിമർശിച്ചതും. നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനത്തിൽ അജിത് കുമാറിനെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ വന്നിട്ട് 2 ആഴ്ചയായി. കേസ് ഡയറി ഉൾപ്പെടെ തിരുത്തുന്നതിൽ അജിത് കുമാർ ഇടപെട്ടു എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. പക്ഷേ 2 ആഴ്ചയായിട്ടും ഇതുവരെ ആ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. ഈ മാസം അവസാനം അജിത് കുമാർ DGP പദവിയിലേക്ക് ഉയരാനിരിക്കെയാണ് ഈ തീരുമാനം വൈകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അജിത് കുമാറിന് വേണ്ടി UDF-ഉം രക്ഷാപ്രവർത്തനം നടത്തുകയാണോ? പ്രമോദ് സർ, ഇതൊരു രക്ഷാപ്രവർത്തനം തന്നെയാണോ ഇപ്പോൾ നടക്കുന്നത്? 2 ആഴ്ചയായി റിപ്പോർട്ടിലാണെങ്കിൽ ഒരു തീരുമാനം വരുന്നില്ല. റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല. DGP-യുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് അവിടുന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. DGP-യുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും എന്ന രീതിയിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ വളരെ സില്ലി എക്സ്ക്യൂസസ് എന്ന് പറയേണ്ടി വരും. കാരണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ട് പിറകെ ഒരു SIT-യെ നിയോഗിച്ച് വളരെ കാര്യക്ഷമമായി ഇതിലേക്ക് പോയ അന്വേഷണത്തിലേക്ക് പോയ സമയത്ത് നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിരുന്നു വളരെ നല്ലൊരു കാര്യമാണ്, എടുത്ത തീരുമാനമായിരുന്നു. അതെ, വളരെ നല്ല കാര്യമാണ്, അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു മർദ്ദനമായിരുന്നല്ലോ, വളരെ ക്രൂരമായ അറ്റാക്ക് ആയിരുന്നല്ലോ ഈ ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്, ഗവൺമെന്റ്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്നുള്ളൊരു തോന്നൽ പൊതു മനസാക്ഷിക്കുണ്ട് കേരളത്തിന്റെ. അപ്പോ അതിനകത്ത് നടന്നിട്ടുള്ള മറ്റൊരു കള്ളക്കളി, ആ കള്ളക്കളി പച്ചയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ളതായിരുന്നു. അത് അങ്ങനെ തന്നെ കാണാനും കഴിയുമായിരുന്നു. അതിന് പുറമെയാണ് ഒരു SIT, അത് പ്രത്യേക അന്വേഷണ സംഘം അക്കാര്യത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇത് വരുന്നത്. ആ റിപ്പോർട്ട് ഗവൺമെന്റിന് മുന്നിലെത്തുന്നത്. അപ്പൊ ഈ അന്വേഷണം നടത്താൻ കാണിച്ച ആ തിടുക്കം എന്താ ഈ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഇല്ലാത്തത്? യഥാർത്ഥത്തിൽ അതിലെ മറ്റ് പ്രതികളെ അവര് ശരിയാണ്, നേരിട്ട് ഗവൺമെന്റ്മാരെ സസ്പെൻഡ് ചെയ്തു, അവരെ സ്ഥാനങ്ങളിൽ നീക്കി, അവർക്കെതിരെ കേസുണ്ട്, അത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. പക്ഷേ അതിലും ഉപരിയായ ഒരു കാര്യമാണല്ലോ, അതിലും വലിയൊരു കുറ്റകൃത്യമാണ് അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഈ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിട്ടുള്ളത്. കാരണം അത് തേച്ചു മാച്ചു കളയാൻ, അതിൽ എവിഡൻസ് നശിപ്പിക്കാൻ, അതിൽ കേസ് ഡയറി തിരുത്താൻ ഒരു നമ്മൾ ആലോചിക്കേണ്ടത് പോലീസിന്റെ തലപ്പത്തുള്ള ADGP സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരാൾ ചെയ്ത ആ കൃത്യം, അതിനല്ലേ ഏറ്റവും വലിയ ശിക്ഷ വേണ്ടത്. ഇല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? ഇവർക്കൊക്കെ തോന്നുന്നത് പോലെ എന്തും ചെയ്തു കൂട്ടാം. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ നിർദ്ദേശ പ്രകാരമാണ് അത് ചെയ്തത് എന്നതുവരെ സംശയരഹിതമായ കാര്യമാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് നടന്നത്. ആ നടന്ന സംഗതിക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല, അതിനകത്തൊരു നടപടി ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അവരുടെ ഇന്നത്തെ MLA ആണ് അന്ന് മർദ്ദിക്കപ്പെട്ടത്. AD തോമസ് MLA-യും വേറൊരു യൂത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമാണ് അന്ന് മർദ്ദിക്കപ്പെട്ടത്. അപ്പൊ അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആ റിപ്പോർട്ട് വന്നിട്ടില്ല, കിട്ടാൻ പോകുന്നേ ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാമെന്നൊന്നും പറഞ്ഞാൽ കാര്യമില്ല. ആ റിപ്പോർട്ട് DGP-യുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിലെത്തി അതിനകത്ത് നടപടിയിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ അല്ലെങ്കിൽ ഇവർ പറയണം ADGP അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്ന്. അത് പറയട്ടെ, തെറ്റുണ്ടായിട്ടില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ അതാണ് വ്യക്തമാവുന്നതെന്ന് ഇവര് പറയട്ടെ. അത് നമുക്ക് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇല്ലെങ്കിൽ ഈ മൗനവും ഈ അലസതയും ഈ മന്ദഗതിയിലുള്ള നീക്കവും തെളിയിക്കുന്നത് നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഇത് അജിത് കുമാറിനുള്ള ഒരു രക്ഷാപ്രവർത്തനമായിട്ടാണ്. കാരണം 31 എന്ന് പറയുന്ന ഡേറ്റ് വളരെ പ്രധാനമാണ്. 31-നാണ് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രൊമോഷൻ വരേണ്ടത്. DGP സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫയർഫോഴ്സ് മേധാവിയുടെ അവിടെ വിരമിക്കുന്നുണ്ട്, അതിലേക്ക് നിയമിക്കപ്പെടാനാണ് ഇരിക്കുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗുരുതരമായ ഒരു തെറ്റുവരുത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ആദരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സർക്കാരിന് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കളങ്കമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ നൗഫൽ, ഈ കാലതാമസം, ഈ തീരുമാനം വൈകിപ്പിക്കുന്നതിൽ പല ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്താണ് നൗഫലിന് തോന്നുന്നത്? ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം അജിത് കുമാറിന് വേണ്ടി UDF സർക്കാർ നടത്തുന്നുണ്ടെന്ന് തന്നെയാണോ?
പിന്നെ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ സർക്കാരിന് മൂന്നാം ഊഴം ലഭിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഭരിച്ച ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. പി.വി. അൻവറാണ് ആ വിഷയം കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതേസമയം തന്നെ അന്ന് വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അന്ന് വി.ഡി. സതീശൻ അതോടൊപ്പം തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും എം.ആർ. അജിത് കുമാറിനെതിരെ വാർത്താ സമ്മേളനം പറയുകയും ചെയ്തു. എന്നിട്ട് ഇതിന് അവകാശ തർക്കം ഉണ്ടായിരുന്നു. അതായത് അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു, അതിന് തൊട്ടു മുമ്പ് വി.ഡി. സതീശൻ വന്നിട്ട് RSS മേധാവിയുമായി ADGP ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP കൂടിക്കാഴ്ച നടത്തി എന്ന് വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതെ, അപ്പോൾ വി.ഡി. സതീശനും പി.വി. അൻവറും തമ്മിൽ അവകാശ തർക്കമുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ പിന്നീടുണ്ടായ കുറച്ച് കാര്യങ്ങൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ സതീശൻ മെല്ലെ അജിത് കുമാറിനോടുള്ള അദ്ദേഹത്തിന്റെ വിരോധം, അല്ലെങ്കിൽ അജിത് കുമാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അതിൽ നിന്നൊക്കെ പിന്നാക്കം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇടയ്ക്ക് പൂരം കേസുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കാൻ കേരളത്തിന് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് വി.ഡി. സതീശൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ സതീശൻ ആ ചോദ്യങ്ങളിൽ നിന്ന് തെന്നി മാറുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ ശക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എം.ആർ. അജിത് കുമാറിനെതിരെ വി.ഡി. സതീശൻ തുടക്കത്തിൽ ഉന്നയിച്ചിട്ട് ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനോ പിന്നീട് അദ്ദേഹത്തിനെതിരെ വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് അന്വേഷിക്കാനോ അതിലെന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കാനോ വി.ഡി. സതീശൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അജ്ഞാതമാണ്. ആ കാരണം തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എം.ആർ. അജിത് കുമാർ ചെയ്തത് എന്താണ്? അദ്ദേഹം RSS നേതാക്കളുമായാണ് ചർച്ച നടത്തിയത്. കേരളത്തിൽ CPM ഭരിക്കുമ്പോൾ, CPMൻ്റെ സർക്കാർ ഉള്ളപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി എന്തുകൊണ്ട് ചർച്ച ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അന്നത്തെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയിട്ടില്ല, CPM മറുപടി നൽകിയിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ് ഇപ്പോഴും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള അതിക്രൂരമായ അവഗണനയാണ്. ഒരിക്കൽ പോലും ഈ ആഭ്യന്തര വകുപ്പിനെതിരെ ഞാൻ പറഞ്ഞത് നേരത്തെ പിണറായി വിജയൻ ഭരിച്ച ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന നിരവധി ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളാണ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത്. അങ്ങനെ ഇരിക്കെയാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഈ വി.ഡി. സതീശൻ സർക്കാർ മടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നുള്ളത് അന്നത്തെ അതേ ചോദ്യം ഇപ്പോഴും ചോദിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് തന്നെ തുടക്കത്തിലെടുത്ത തീരുമാനമാണ് രക്ഷാപ്രവർത്തനത്തിലെ അന്വേഷണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹർഷീനയുടെ ജോലി, ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പെട്ടെന്ന് നടപടിയെടുക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കിയിരുന്നു. ഷൗക്കത്ത് അലിയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ അന്വേഷണത്തിനെ നിയോഗിക്കുന്നു. വളരെ പെട്ടെന്ന് അന്വേഷണം നടക്കുന്നു, മൊഴികൾ എടുക്കുന്നു, ചോദ്യം ചെയ്യൽ നടക്കുന്നു, അറസ്റ്റ് നടക്കുന്നു, എല്ലാം നടക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അതിനൊരു മന്ദിപ്പ് സംഭവിക്കുകയാണ്. നേരിട്ട് പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ അത് നമുക്കെല്ലാവർക്കും അറിയുന്ന തെളിവാണല്ലോ. നമുക്ക് ഈ ഇന്ന ഉദ്യോഗസ്ഥരാണ് A.D. തോമസിനെ തല്ലിയതെന്ന് അറിയാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? അത് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം കൊടുത്തത് ആരാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? അതല്ല ഇവരുടെ പണി. അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചതാരാണ്? അവരെ കണ്ടെത്തണ്ടേ, അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? ഈ രണ്ട് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘടകത്തെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ, അതേക്കുറിച്ച് ഒരു കാര്യവും പറയാതെ, അതിൽ നടപടി സ്വീകരിക്കാതെ ഈ സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുക, ഈ ആജ്ഞാനുവർത്തികളായി അവരുടെ കടമ നിർവഹിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞാൽ പണിയെടുക്കേണ്ട ആൾക്കാർ മാത്രമാണ് ഗവൺമെൻറ്മാർ. അവരാ പണി ചെയ്തു. എന്നിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയും ആ നിർദ്ദേശം കൊടുത്ത ആളുകളെ സംരക്ഷിക്കുകയും ഈ കേസ് അട്ടിമറിച്ചവരെക്കെതിരെ നടപടിയെടുക്കാനും സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സർക്കാർ എന്തിനാണ് വന്നത്? എന്തിനാണ് LDFന് പകരം UDF ഇവിടെ അധികാരത്തിൽ വന്നത്? അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് ഈ വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി ഉപയോഗിച്ച് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞങ്ങ് പോകാൻ
എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നു. യെസ് സാജു, അപ്പോൾ ഈ മാസം 31 മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DGP പദവിയിലേക്ക് അജിത് കുമാർ എത്തുന്നതിന് മുൻപ് ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്, വകുപ്പുതല നടപടി? നിങ്ങൾക്ക് ഇത്ര നിഷ്കളങ്കരായി പോയല്ലോ എന്നാണ് ഞാനിങ്ങനെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഞാനിപ്പോഴും MR അജിത് കുമാറിനെതിരെ എന്തെങ്കിലും കനപ്പെട്ട നടപടി ഈ സർക്കാർ എടുക്കുമെന്ന് കരുതുന്നില്ല. MR അജിത് കുമാറിനെ ഇനി വേണ്ടപ്പെട്ടവർ എല്ലാ സർക്കാരിലും ഉണ്ടാവും. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് അധികാരം മാറുന്നതിനനുസരിച്ച് അതിനെയും ഡീൽ ചെയ്യാൻ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒരു നടപടി എടുത്താലും അദ്ദേഹത്തിൻ്റെ DGP പദവി അങ്ങോട്ട് തെറിപ്പിച്ച് കളയാം, ആ പോസ്റ്റിലേക്ക് അദ്ദേഹം എത്തുന്നത് തെറിപ്പിച്ച് കളയാം എന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ നേതാക്കൾക്ക് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന PD സതീശനും ആഭ്യന്തരമന്ത്രി പദവി വഹിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കും അത്രയ്ക്ക് ആത്മാർത്ഥത തങ്ങളെ അധികാരത്തിലെത്താൻ വേണ്ടി തലയ്ക്ക് തല്ല് വാങ്ങി ചോര പൊഴിച്ച ആ തെരുവിൽ കിടന്ന് അടികൊണ്ട മനുഷ്യരോട് ഉണ്ടാവണം. അത് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് സതീശൻ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, പ്രസംഗങ്ങളിൽ പറയല്ല, അതാണ് ആ പറഞ്ഞിട്ടുള്ള കാര്യത്തോട് അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു കാണിക്കണം. അതെ, അത് തെളിയിക്കാത്തിടത്തോളം കാലം അവർക്ക് ആത്മാർത്ഥത ഉണ്ട് എന്ന് കരുതാനാവില്ല. അധികാരത്തിൽ എത്തിയാൽ ഉടൻ ഞങ്ങൾ കണക്ക് ചോദിക്കാൻ പോവുകയാണ്, കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ പ്രവർത്തകരെ തെരുവിലിട്ട് അന്യായമായി കൈകാര്യം ചെയ്തവരോട് ഞങ്ങൾ മറുപടി പറയിപ്പിക്കാൻ പോവുകയാണ് എന്ന ധ്വനിയുണ്ടാക്കാൻ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ തലക്ക് തല്ലി എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള, നേരത്തെ നൗഫൽ ചൂണ്ടിക്കാണിച്ച പോലെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മാർത്ഥത നമുക്ക് കാണാനാവുള്ളൂ. റിപ്പോർട്ട് ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ഒരു ആഭ്യന്തരമന്ത്രി ചോദിക്കുക, അതെനിക്കറിയത്തില്ല. സാധാരണഗതിയിൽ വളരെ സതീശനാണോ ചോദിച്ചതാണ്. അപ്പം ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് അങ്ങനെ ചോദിക്കുക? റിപ്പോർട്ട് സർക്കാരിനോട് ചോദിച്ചു വാങ്ങാൻ കഴിയുമോ എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, സർക്കാരിനോടല്ല, DGP പോലീസ് മേധാവിയോട്. പോലീസ് മേധാവിയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടിയത് ജൂൺ 23-നാണ് SITയുടെ റിപ്പോർട്ട് കിട്ടിയത്. അതിന്മേൽ പോലീസ് മേധാവിക്ക് ഒരു തീരുമാനമെടുത്ത് ശുപാർശ സർക്കാരിന് കൈമാറാൻ ഇത്രയധികം സമയം ഒന്നും വേണ്ട. അപ്പോൾ സർക്കാരിൻ്റെ മനസ്സ് എന്താണ് എന്ന് പോലീസ് മേധാവിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലേ? അല്ലെങ്കിൽ സർക്കാരിൻ്റെ മനസ്സും ശക്തമായ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പോലീസ് മേധാവി കൂടി കരുതുന്നുകൊണ്ടാവുമോ ഈ റിപ്പോർട്ട് കൈമാറാൻ ഇത്ര വൈകുന്നത്? ഇനി റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ മാധ്യമങ്ങളിൽ കണ്ടില്ല ഈ റിപ്പോർട്ട് വന്നിട്ട് ഇത്ര ദിവസമായി, എന്തുകൊണ്ട് അത് സർക്കാരിലേക്ക് കൈമാറുന്നില്ല എന്ന് വിളിച്ചു ചോദിക്കണം. അത് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പണികളിൽ പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട. ഇല്ലെങ്കിൽ 13ാമൊരു തവണയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ പിണറായി വിജയനുണ്ടായ അനുഭവം ഓർത്തിരിക്കുന്നത് VD സതീശനും കൂട്ടർക്കും നല്ലതായിരിക്കും എന്നത് മാത്രമല്ലോ. ഇനി പക്ഷേ തൂഫാന്റെ തിരക്കിലാണ്. തൂഫാൻ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല. അതിലും വലിയ ഗിമ്മിക്കും അതിലും വലിയ PR വർക്കും നടത്തിയിട്ട് എങ്ങനെയാണ് പൊളിഞ്ഞടുങ്ങിയത് എന്നതിൻ്റെ ഫലമാണ് രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന അധികാര കസേരകൾ എന്ന് അവർ കൂടി ഓർക്കേണ്ടതുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി MR അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടിയാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് DGP പദവി കിട്ടില്ല എന്നുള്ളതാണോ? പകരം തൊട്ടടുത്തുള്ള സീനിയോറിറ്റിയിലുള്ള ADGPയും നിലവിൽ ജയിൽ വകുപ്പ് മേധാവിയുമായ S ശ്രീജിത്ത് ആയിരിക്കും DGP പദവിയിലേക്ക് എത്താൻ പോകുന്നത്. ഇവിടെ തന്നെ മറ്റ് ചില നീക്കങ്ങൾ പോലീസ് സേനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ശക്തമാണ്. അജിത് കുമാറിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് ഇവർ കരുതുന്നുണ്ടോ ഭരണ നേതൃത്വം എന്നതാണ് ഈ നടപടി വൈകുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അടികൊണ്ടത് ഇവരെ അധികാരത്തിലേറ്റാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷം പണിയെടുത്ത താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കാണ്. AD തോമസ് എന്ന MLA നിയമസഭയിൽ ഇരിക്കുന്ന പോലും ഇത്തരം നടപടികളോട് ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുക എന്ന നിലപാടിനോട്, സർക്കാർ സ്വീകരിച്ച നിലപാടിനോടുള്ള ജനങ്ങൾ കൊടുത്ത എതിർപ്പിൻ്റെ ഉത്തരമാണ്
അവിടെ അദ്ദേഹം MLA ആയതുകൊണ്ട് ആ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ എന്താണ് നടന്നത് എന്ന് പരിശോധിക്കാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തീരുമാനിച്ചത്. പക്ഷെ അതിന്റെ തുടർ നടപടികൾ വൈകുന്നുണ്ടെങ്കിൽ, അതെവിടെയെങ്കിലും തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, കുറ്റക്കാരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനും അണികളോട് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തോടു കൂടി ഉത്തരം പറയേണ്ട നാളുകളായിരിക്കും ഒരിക്കൽ കൂടി ആഭ്യന്തര വകുപ്പിന് വരാൻ പോകുന്നത്. അതിൽ ആഭ്യന്തര വകുപ്പിന്റെ മാത്രമായിരിക്കില്ല, VD സതീശന് കൂടി ഉത്തരം പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ ഏറ്റവും ശക്തമായി ഉയർത്തിയ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അതിനൊക്കെ ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ കൂടി മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ സംരക്ഷിച്ചതുപോലെ സംരക്ഷിച്ച് നിർത്തുകയാണ് ഈ സർക്കാർ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ജനത്തിന്റെ വിധിയെഴുത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് എന്നത് ഓർത്തിരുന്നാൽ നല്ലതാണ്. ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇവർക്കൊക്കെ ഉണ്ടാവാനും ഇവർക്കൊക്കെ ഒപ്പം അണികൾ ഇതേ വീറോടും വാശിയോടും കൂടി നിലനിൽക്കണമെങ്കിലും തീരുമാനങ്ങൾ വേണം. യെസ്, അതാണ് ഇവിടെ മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു വാക്കുകൂടി ഓർമ്മ വരികയാണ്. അധികാരത്തിലെത്തിയ ശേഷം പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ മക്കൾ കൊണ്ട അടി, വേദന അതൊരിക്കലും മറക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ മറന്നു തുടങ്ങിയോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം DGPയുടെ കയ്യിലെത്തിയ ആ റിപ്പോർട്ട് അത് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലേക്ക് എത്താൻ, ഒരു നടപടിയെടുക്കാൻ ഈ 2 ആഴ്ചയുടെ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം വേണ്ടതുള്ളൂ. അത് ഇനി അധികം വൈകാതെ ആ നടപടി സംബന്ധിച്ചുള്ള തീരുമാനം വരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.